പാചകവാതക പ്രതിസന്ധിക്ക് അടിയന്തര പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വടകര നിയോജക മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ റാലിയും ധർണയും സംഘടിപ്പിച്ചു. RJD ദേശീയ സമിതി അംഗം മനയത്ത് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വടകര പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രതിഷേധ റാലി പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സാംസ്കാരിക ചത്വരത്തിൽ സമാപിച്ചു. RJD ദേശീയ സമിതി അംഗം മനയത്ത് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. TP ബിനീഷ് അധ്യക്ഷനായി. R സത്യൻ, റഫീഖ് അഴിയൂർ, TNK ശശീന്ദ്രൻ, P സത്യനാഥൻ, P സോമശേഖരൻ, P പ്രദീപ് കുമാർ എന്നിവർ സംസാരിച്ചു. അത് പെട്രോളിന്റെ വില വർദ്ധിക്കുമ്പോൾ അമേരിക്ക ലഭിക്കുന്ന തീരുവ വർദ്ധിപ്പിച്ചു വരും. അദ്ദേഹം പറഞ്ഞു, ഈ യുദ്ധവും അതിന്റെ പ്രത്യാഘാതങ്ങളും ഞങ്ങളെ സന്തുഷ്ടരാക്കുന്നു എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ 140 കോടി ജനങ്ങളെ സംരക്ഷിക്കേണ്ടുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൈയടിച്ചുകൊണ്ട് ആ പ്രസ്താവന ആസ്വദിക്കുകയാണ്. അതിന്റെ പ്രത്യാഘാതമായി ഈ കേരളത്തിൽ ഏറ്റവും അവസാനം വന്ന റിപ്പോർട്ടുകൾ 20,000 ഹോട്ടലുകൾ അടച്ചുപൂട്ടി എന്നതാണ്. ഈ പ്രതിസന്ധി രൂക്ഷമാകുമ്പോൾ ഇന്ത്യയിലെ എല്ലാ ഹോട്ടലുകളും, കേരളത്തിലെ എല്ലാ ഹോട്ടലുകളും അടച്ചുപൂട്ടപ്പെടും. പിന്നീടത് ഗാർഹിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന പാചകവാതകത്തിലേക്ക് വരും. ഇതിനെ ഫലപ്രദമായി നേരിടാൻ ഒരു ഗവൺമെന്റ് ഇവിടെ ഉണ്ടോ എന്നതാണ് ചോദ്യം. ഇവിടെ പെട്രോളിന്റെയും ഡീസലിന്റെയും ലഭ്യത കുറയുമ്പോൾ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ പോലുള്ള സർക്കാർ നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങൾ പാചകവാതകം നിറക്കാനുള്ള നടപടി നിർത്തിവച്ചിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ഈ ഗവൺമെന്റ് എത്ര ലാഘവത്തോടു കൂടിയാണ് ഈ രാജ്യത്തെ ജനങ്ങളെ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും കാണുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഈ കേരളത്തിലുള്ള 40 ലക്ഷം മലയാളികളാണ് പശ്ചിമേഷ്യയിലുള്ളത്. യുദ്ധത്തിന് കാരണമായി പറയുന്നത് എന്താണ്? ഏതെങ്കിലും ഒരു കാരണം ജനാധിപത്യത്തെക്കുറിച്ചും രാജ്യത്തിന്റെ പരമാധികാരത്തെക്കുറിച്ചും സംസാരിക്കുന്നവർക്ക് ഏതെങ്കിലും ന്യായീകരണം കണ്ടെത്താൻ സാധിക്കുമോ? ഇറാനിലെ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഹൈസ്കൂളിന് മേലെ ബോംബ് വർഷിച്ച് 160 കുട്ടികളാണ്, പെൺകുട്ടികളാണ് മരിച്ചു വീണിട്ടുള്ളത്. ഈ യുദ്ധത്തിന്റെ അജണ്ട എന്താണ്? ലോകത്തിന്റെ വിഭവങ്ങൾ മുഴുവൻ അമേരിക്കയുടെ കയ്യിൽ കൊണ്ടുവരണം.